ശമൂവേൽ ദീർഘദർശിയുടെ 2-ാം പുസ്തകം 18-ാം അധ്യായം 4 മുതൽ 10 വരെ തിരുവചനങ്ങൾ. ബറക്കുമോർ. രാജാവ് അവരോട്, നിങ്ങൾക്ക് ഉത്തമമെന്ന് തോന്നുന്നത് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ രാജാവ് പടിവാതിൽക്കൽ നിന്നു. ജനമെല്ലാം 100 1000 പുറപ്പെട്ടു. അബ്ശാലോം കുമാരനെ ജീവനോടെ കൊണ്ടുവരണമെന്ന് രാജാവ് യോവാബിനോടും അബീശായിയോടും ഇത്ഥായിയോടും കൽപ്പിച്ചു. രാജാവ് സേനാധിപന്മാരോടെല്ലാം അബ്ശാലോമിനെ കുറിച്ച് കൽപ്പിച്ചത് ജനമെല്ലാം കേട്ടു. പിന്നെ ജനം യുദ്ധസ്ഥലത്തേക്ക് ഇസ്രായേലിന്റെ നേരെ പുറപ്പെട്ടു. എഫ്രൈം വനത്തിൽ വെച്ച് യുദ്ധമുണ്ടായി. ഇസ്രായേൽ ജനം ദാവീദിന്റെ സേവകരോട് തോറ്റു. അന്ന് അവിടെ ഒരു മഹാസംഹാരം നടന്നു. 20,000 പേർ മരിച്ചു. യുദ്ധം ആ ദേശമെല്ലാം വ്യാപിച്ചു. അന്ന് വാളിനിരയായതിലും അധികം പേർ വന്യമൃഗങ്ങൾക്കിരയായി. അബ്ശാലോം ദാവീദിന്റെ സേവകരോട് എതിർത്തു. അബ്ശാലോം കോവർ കഴുതപ്പുറത്ത് ഓടിച്ചു പോകുമ്പോൾ കോവർ കഴുത കൊമ്പു തിങ്ങി നിൽക്കുന്ന ഒരു വലിയ കരുവേലകത്തിന് കീഴെ എത്തി. അവന്റെ തലമുടി കരുവേലകത്തിൽ പിടിപെട്ടിട്ട് അവൻ ആകാശത്തിനും ഭൂമിക്കും മധ്യേ തൂങ്ങി. അവന്റെ കീഴിൽ നിന്ന് കോവർ കഴുത ഓടിപ്പോയി. ഒരുവൻ അത് കണ്ടിട്ട്, അബ്ശാലോം ഒരു കരുവേലകത്തിൽ തൂങ്ങിക്കിടക്കുന്നത് ഞാൻ കണ്ടു എന്ന് യോവാബിനോട് അറിയിച്ചു. ഒത്തുമനും ദയവാനുമായുള്ളവേ, നിന്റെ കരുണയുടെ പതിവിൻ പ്രകാരം കൃപയോടെ ഞങ്ങളോട് ഉത്തരമരുളി ചെയ്യണമേ. ആമേൻ.